ഇനി നമ്മൾ കടക്കുന്നത് പ്രയാഗ്രാജിൽ വലിയ ആഘോഷമായി കുംഭമേള മുന്നേറുകയാണ്. ഒരുപാട് തീർത്ഥാടകർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവിടെ രഞ്ജിത്ത് രാമചന്ദ്രൻ ഒരു പ്രത്യേക വ്യക്തിയെ കണ്ടു, സംസാരിച്ചു. അതിന്റെ വിവരങ്ങളിലേക്കാണ്. സനാതന ധർമ്മത്തെ എതിർത്ത് സംസാരിക്കുന്നവർക്ക് രാഷ്ട്രീയ താൽപര്യങ്ങളുണ്ടെന്ന് ശ്രീ എം. അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയെ പിന്തുണയ്ക്കുക മാത്രമാണ് ലക്ഷ്യം. സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അവരെ കൊണ്ട് അത് പറയിപ്പിക്കുന്നതെന്നും ശ്രീ എം ന്യൂസ് 18 പറഞ്ഞു. ഈ സനാതനധർമ്മത്തെക്കുറിച്ച് തന്നെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മുടെ ഇപ്പം കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് എതിർപ്പുകൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സംസ്കാരം, നമ്മുടെ ഒരു പൈതൃകം, നമ്മുടെ ഒരു പാരമ്പര്യം, അതിനെയൊക്കെ പലതരത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ ആളുകൾ തന്നെ മനസ്സിലാവാത്തതുകൊണ്ടാണ്. അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് ഇതെല്ലാം. ഒന്ന് ശരിയായിട്ട് ഇതിനൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ആരും ഇങ്ങനെ ഒന്നും പറയില്ല. പിന്നെ അതിനൊരു പൊളിറ്റിക്കൽ വ്യൂ ഉണ്ട് കേട്ടോ. ഈ പോളിറ്റിക്സും റിലിജനും സ്പിരിച്വാലിറ്റിയും ചേരുമ്പോഴാണ് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു പൊളിറ്റിക്കൽ വ്യൂ നേരെ ഇതിൻ്റെ എതിരാണെങ്കിൽ ഞാൻ ഇത് കൊള്ളില്ലെന്ന് പറയും. ഇതിന് ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ നോക്കുക. അതിൽ നല്ല കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിക്കാൻ നോക്കൂല. അതാണ് എൻ്റെ മെയിൻ കാരണം. പിന്നെ അറിവില്ലായ്മ. ഇതിനെപ്പറ്റി കുംഭമേളത്തിൽ വരിക, ആദ്യം വന്ന് ഇവിടെ നോക്കുക. ഒരു സാധുവിനെ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ അടുത്തടുത്ത് പോയി നിൽക്കും. അവിടെ അവരുമായിട്ടൊരു ഡയലോഗ് നടത്തുമ്പോൾ അവർക്ക് മനസ്സിലായി, ചേട്ടാ ഇത് വേറെ എന്തോ സംഭവമാണ്. അത് ചെയ്യൂല. ആംചെയറിലിരുന്ന് ഞാൻ കമൻറ്റ് പാസ്സാക്കും. 10,000-കണക്കിന് CPM കേഡർമാരെ യോഗ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ശ്രീ എം പറഞ്ഞു. ഇപ്പോഴും 3000-ഓളം CPM കേഡർമാർ തന്റെ കീഴിൽ യോഗ പഠിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ധ്യാനം പഠിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം ന്യൂസ് 18 സംസാരിക്കവേ പറഞ്ഞു. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കേഡേഴ്സിനെല്ലാം യോഗ പഠിപ്പിച്ചു കൊടുത്തു. അറ്റ്ലീസ്റ്റ് അത് ചെയ്യട്ടെ. അപ്പോൾ യോഗ ചെയ്യുമ്പോൾ പിന്നെ അതിനൊന്നും പിന്നെ ധ്യാനമൊക്കെ പിന്നെ അവർ പതുക്കെ പഠിച്ചോളൂ. അത് യോഗാസനം ചെയ്യട്ടെ. അതിനെ അവരെ അനുവദിച്ചിരുന്നോ? ഇപ്പോൾ 2000-3000 കേഡേഴ്സൊക്കെ ഡെയിലി യോഗ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആ കള്ളുഷാപ്പിൽ പോയിരിക്കുന്ന സമയത്ത് ഇതെങ്കിലും ചെയ്യില്ല യോഗ. ഇപ്പോൾ പോകുന്നുണ്ട്. 3 ഫെബ്രുവരിക്ക് ഫെബ്രുവരി 13-ാം തീയതി നമ്മുടെ സ്പോർട്സ് ഇതിൽ യോഗ പ്രദർശനമുണ്ട്. എന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട്. CM വരുന്നുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ഒരു 10 കൊല്ലമായിട്ട് യോഗ ചെയ്യുക. എൻ്റെ അടുത്ത് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഈ ചുവന്ന കൊടികാർക്ക് യോഗ പഠിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞ കൊടി നോക്കണ്ട, നമുക്ക് ആ മനുഷ്യരല്ലേ യോഗ പഠിപ്പിച്ചു. അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടാണ്. അതെ. അപ്പോൾ ഇതെന്താണ് ഞാൻ പറഞ്ഞത്, എൻ്റെ വിശ്വാസത്തിൽ പതുക്കെ ഇത് പെനിട്രേറ്റ് ചെയ്ത് മനുഷ്യർക്ക് മനസ്സിലാവും. അകത്ത് മനസ്സിലായി ചേഞ്ച് ചെയ്താൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അതനുസരിച്ച് ചേഞ്ച് ചെയ്തു. അങ്ങനെ മാറ്റം സംഭവിക്കുന്നുണ്ടോ അങ്ങയുടെ അനുഭവത്തിൽ? അതത്ര ഡെപ്തിൽ പോയിട്ടില്ല ഇവിടെ. അതാണ് സംഭവം. അവർ പലരും നോക്കുമ്പോൾ ഈ റിലിജൻ യോഗ എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നവർ പൊളിറ്റിക്കലി ഇൻക്ലൈൻഡാണ്, ഇങ്ങോട്ടോ അങ്ങോട്ടോ. അവരുടെ മനസ്സിലൊരു പക്ഷം ഉണ്ടായിരിക്കും, പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പം അത് നമ്മൾ സാഹചര്യം ഉണ്ടായി കൊടുത്തേ. കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ മുഖ്യ കാരണക്കാരനാകാൻ സാധിച്ചത് തന്റെ ആത്മീയ ശക്തി കൊണ്ടാണെന്നും യോഗാചാര്യനായ ശ്രീ എം അവകാശപ്പെട്ടു. CPM-ഉമായും RSS-ഉമായും ചർച്ച നടത്തിയത് താൻ മുൻകൈയെടുത്താണ്. ജയരാജന്റെയൊക്കെ പിന്തുണ അതിലുണ്ടായിരുന്നു. ഇപ്പോഴും എല്ലാവരുമായും നല്ല ബന്ധമാണെന്നും ശ്രീ എം ന്യൂസ് 18 പറഞ്ഞു. അങ്ങ് ഇടപെട്ടാണ് കേരളത്തിലെ വലിയ ഒരു രാഷ്ട്രീയ സംഘർഷം അവസാനിപ്പിച്ചത് എന്ന് തോന്നുന്നു. ഭഗവാന്റെ ഇപ്പൊ പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശാന്തമാണെങ്കിലും പൂർണ്ണമായിട്ടും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. എന്നാലും അത് വലുതായിട്ടൊന്നും നടക്കില്ല. കാരണം ആർക്കും അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് ലെഫ്റ്റും റൈറ്റും കോപ്പറേറ്റ് ചെയ്യാതെ നടക്കില്ല. ഞാൻ അതിനൊരു സെൻട്രൽ ഫിഗറായിട്ട് ഇന്ന് ചെയ്തു. കാരണം അവരെ ഒന്നിച്ചു കൊണ്ടുവന്നു. അത് എൻ്റെ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ശക്തി കൊണ്ട് മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അല്ലാതെ നടക്കാനുള്ള ചാൻസേ ഇല്ല. അത് വലിയ കടമ്പയല്ലായിരുന്നു. അത് ഞാൻ ജയരാജനൊക്കെയാണ് എൻ്റെ ആളുകൾക്ക്. അവരെയൊക്കെ ഞാൻ രാത്രി ലൈറ്റ് ഹൗസിലൊക്കെ ചെന്ന് ഒറ്റയ്ക്കൊക്കെ കണ്ടു. എല്ലാവരും ഒന്ന് കൊന്നു. കാരണം ആത്മാവിൽ വിശ്വാസമുണ്ടെങ്കിൽ ആത്മാവ് ഒരിക്കലും ആർക്കും കൊല്ലാനും ഒക്കില്ല, ഒന്നും ചെയ്യാനും ഒക്കില്ല.
ശരീരത്തിനല്ലേ വലിയ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ ആംഗിളിലാണ് ഞാൻ വർക്ക് ചെയ്തത്. CPF-നെ പറ്റി മാത്രമല്ല കേരളത്തിലെ BJP-യെ പറ്റിയും ശ്രീ എം സംസാരിച്ചു. കേരളത്തിൽ BJP മുന്നോട്ട് വരാത്തത് തമ്മിലടി കൊണ്ടും പടലപ്പിണക്കങ്ങൾ കൊണ്ടുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. BJP-യിലെ എല്ലാ വിഭാഗക്കാരും തന്റെ അടുത്ത് വരാറുണ്ട്, എല്ലാവരും പറയുന്നത് തമ്മിലടിയെക്കുറിച്ചാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറയുന്നില്ലേ, ക്യാമ്പ് എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ പാർട്ടി പൊങ്ങി വരാത്തത്? തമ്മിലടി, തമ്മിൽ വഴക്ക് എങ്ങനെ വരും? യൂണിറ്റി ഇല്ല. BJP ഉദ്ദേശിച്ചാണ്. യൂണിറ്റി ഇല്ല, ഞാൻ കാണുന്നുണ്ട്. രാഷ്ട്രീയം കേരളത്തിലെ വിലയിരുത്തുന്നുണ്ട്. ഓരോ ഫ്രാക്ഷൻ്റെ ആളുകളും എൻ്റെ അടുത്ത് വരുന്ന സംസാരിക്കും, ഇയാൾ മറ്റേ അഗേൻസ്റ്റാണ് അവർ. ഇതെങ്ങനെ നടക്കുന്നു? കേരളത്തിലെ രാഷ്ട്രീയം കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഒക്കെ എനിക്ക് ഒരു വിവരമുണ്ട്. കുറച്ച് മാറ്റങ്ങൾ കാര്യമായി കേരളത്തിൽ വരണം എന്നുള്ള അഭിപ്രായക്കാരനുമാണ്. കാര്യമായ മാറ്റങ്ങൾ അതെങ്ങനെയാവണമെന്നാണ് മനസ്സിലായത്. അത് ഇനി സമയമെടുക്കും, ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തായാലും ആരും ഇല്ല അതൊക്കെ ചെയ്യാൻ. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. രഞ്ജിത്ത്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വലിയ വിവാദമായിരുന്നു. ശ്രീ എമ്മിന്റെ ഇടപെടൽ കൊണ്ടാണോ BJPയും കോൺഗ്രസും അല്ലെങ്കിൽ RSSും CPM തമ്മിലുള്ള ഒരു തർക്കങ്ങൾക്കൊക്കെ പരിഹാരമായത്? ഇത് അദ്ദേഹമാണെന്ന് പറയുന്നു, അല്ലെന്ന് മറ്റുള്ളവർ പറയുന്നു. അങ്ങനെ പല തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നു. താൻ മുൻകൈ എടുത്താണ് അങ്ങനെ ഒരു ചർച്ച നടത്തിയത് എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. മറ്റൊന്ന്, അദ്ദേഹം ഈ കേരളത്തിലെ കാര്യങ്ങളെയൊക്കെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് തോന്നുന്നു ഒരു ആത്മീയ ആചാര്യമുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരാളുടെ കുറവുണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എന്നാണോ അദ്ദേഹം പറയുന്നത്? ശ്രീജ, നമ്മൾ ഇദ്ദേഹമായിട്ട് സംസാരിക്കുന്നത് കുംഭമേളയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. കുംഭമേളയിൽ അദ്ദേഹം പങ്കെടുക്കാനായി ഇവിടെ UP സർക്കാരിന്റെ പ്രത്യേക അതിഥിയായി എത്തിയ ഒരാൾ കൂടിയാണ് ശ്രീ എം എന്നുള്ളത്. ഇതിനിടയ്ക്കാണ് അദ്ദേഹത്തിന് നമുക്ക് അല്പം സമയം അദ്ദേഹം തന്നത്. നമുക്കറിയാം, ശ്രീജ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുൻപ് ശ്രീ എമ്മിന്റെ കേരളത്തിന്റെ രാഷ്ട്രീയ സംഘർഷങ്ങളിലുള്ള ഇടപെടൽ വലിയ ശ്രദ്ധേയമായ ചർച്ചയായിരുന്നു. CPM നേതാക്കൾ പരോക്ഷമായി സമ്മതിക്കുകയും BJP നേതാക്കൾ പരസ്യമായി സമ്മതിക്കാതിരിക്കുകയും ചെയ്ത ഒരു കാര്യം കൂടിയാണിത് എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. കാരണം അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ പരിഹരിക്കാൻ ശ്രീ എമ്മിനെ പോലെ ഒരാൾ മുൻകൈ എടുത്തു എന്നുള്ളത് പരസ്യമായി സമ്മതിക്കാൻ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളാരും കൃത്യമായി തയ്യാറായിരുന്നില്ല. പക്ഷെ ഇവിടെയുമൊക്കെ പരോക്ഷമായ ചില സമ്മതങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ വളരെ കൃത്യമായി തന്നെ ശ്രീ എം നമ്മളോട് പറയുകയാണ്, തന്റെ ശക്തി കൊണ്ടാണ്, തന്റെ ആത്മീയ ശക്തി കൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് ഇപ്പോൾ ഒരു കുറവ് വരുത്താൻ സാധിച്ചത് എന്നും അതിൽ ജയരാജന്മാരുടെ, CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ ജയരാജന്മാരുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്നും അവരെ ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലും പോയി കണ്ടിട്ടുണ്ട്, തന്നെ അവർ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമായി പറയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, പിണറായി വിജയനുമായുള്ള ശ്രീ എമ്മിന്റെ ബന്ധവും കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയായിട്ടുണ്ട്. കോൺഗ്രസ് ഒക്കെ ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് RSS ബന്ധമുള്ള ഒരു നേതാവുമായി പിണറായി വിജയൻ ചെങ്ങാത്തം പുലർത്തുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. ശ്രീ എമ്മിന് നമ്മുടെ തിരുവനന്തപുരത്തെ ചെറുവക്കലിൽ ഒരു ആശ്രമം സ്ഥാപിക്കാൻ 4 ഏക്കറോളം വസ്തു സർക്കാർ നൽകിയത് അടക്കം വലിയ ചർച്ചയായ പശ്ചാത്തലം കൂടിയുണ്ട്. അത് ശ്രീ എമ്മും CM തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആരോപണം കൂടി ഉണ്ടായിരുന്നു. ഇതൊരു ആരോപണം മാത്രമല്ല. അദ്ദേഹം പറയുന്നത് തനിക്ക് സർക്കാർ വസ്തു നൽകിയിട്ടുണ്ട്, ആശ്രമം വെക്കാനുള്ള സ്ഥലം നൽകിയിട്ടുണ്ട്. അത് 34 ലക്ഷം രൂപ വർഷം പാട്ടം കൊടുത്താണ് ആ സ്ഥലം നൽകിയത്. അല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നും തനിക്ക് CPMമായോ സർക്കാരുമായോ പിണറായി വിജയനുമായോ ഇല്ല. പക്ഷേ പിണറായി വിജയനുമായി താൻ സംസാരിക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലടക്കം പോയി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ CPM നേതാക്കന്മാർ, CPMന്റെ കേഡേഴ്സിനെ, അതായത് ചുവന്ന കൊടി ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ആളുകളിൽ പലരെയും, 10,000-ൽ പല ആളുകളെ അദ്ദേഹം യോഗ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. യോഗ എന്നുള്ളത് CPM നിഷിദ്ധമാണ് എന്നുള്ളതല്ല, പക്ഷെ അതിനോട് വിമുഖത കാട്ടിയ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് മാറി വരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് അദ്ദേഹം. ഈ യോഗ പഠിക്കുന്ന പല ആളുകളും കുറെ കഴിയുമ്പോൾ ധ്യാനം പഠിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ കൂടി തനിക്കുണ്ട്. ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ അവസാനിക്കാനും മദ്യപാനം, മയക്കുമരുന്ന്, പുകയില പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിമുക്തി നേടാനും ഒക്കെ ധ്യാനം പഠിക്കുന്ന നന്നാകും എന്നുള്ള പരോക്ഷമായ ചൂണ്ടിക്കാട്ടിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്
ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് മറ്റൊരു പ്രധാന കാര്യം കേരളത്തിലെ RSSുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. BJP പല നേതാക്കളും പല ഫ്രാക്ഷനിലുമുള്ള ആളുകൾ തന്നെ വന്ന് കാണാറുണ്ട് എന്ന് ശ്രീയം പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ സംസാരിക്കുന്നത് കേരളത്തിലെ BJPയെ വളർത്തുന്നതിനെ കുറിച്ചല്ല, BJPക്ക് ഉണ്ടാകുന്ന അപജയത്തെക്കുറിച്ചും അത് എന്തുകൊണ്ടാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ BJPയിലെ ഗ്രൂപ്പിസവും തമ്മിലടിയുമാണെന്ന് വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം നേതാക്കളുമായൊക്കെ ഏറെ അടുപ്പം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് ശ്രീയം എന്നുകൂടി മനസ്സിലാക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറെ അടുപ്പം ബന്ധമുള്ള ആളാണ്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായും ഏറെ അടുപ്പം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അങ്ങനെ വിവിധ തലങ്ങളിൽ ബന്ധങ്ങളുള്ള ഒരു നേതാവിന്റെ തുറന്നു പറച്ചിൽ കൂടിയാണ് നമ്മുടെ അഭിമുഖം എന്നുകൂടി മനസ്സിലാക്കണം. ഒരുപക്ഷെ രാഷ്ട്രീയം ഇത്രയധികം അദ്ദേഹം തുറന്നു പറഞ്ഞ ഒരു അഭിമുഖം വേറെ ഉണ്ടാകില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം അത്രത്തോളം കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ശ്രീയം മനസ്സുറക്കുമ്പോൾ കേരളത്തിലെ CPMന്റെയും BJPയുടെയും ചങ്കിടിപ്പത് കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശ്രീജ, വളരെ അത്ഭുതം തോന്നിയത് 3000-ഓളം പേർ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കീഴിൽ യോഗ പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിയാൻ ഒരു കൗതുകം തോന്നി. കാരണം 10,000-ഓളം പേരെ പഠിപ്പിച്ചു കഴിഞ്ഞു, അത് അദ്ദേഹത്തിന്റെ അവകാശം, അതാണ്. പക്ഷേ 3000 പേർ ഇപ്പോഴും പഠിക്കുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ഏതാണ്? അല്ലെ, ഇപ്പൊ നമ്മൾ കുറച്ചു നാൾ മുൻപ് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയി ഒരു ശാരീരിക അഭ്യാസം പഠിക്കുന്നതൊക്കെ വലിയ വാർത്തയായിട്ടൊക്കെ വന്നല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ഏത് സിസ്റ്റത്തിലൂടെയാണ് ഇത് നടന്നു പോകുന്നത്? അപ്പം CPMമായി അടുത്ത ബന്ധമുണ്ടല്ലോ, അത് അറിയാനും കൂടെ ഒരു കൗതുകം വരുന്നുണ്ട് ഇത് കേട്ടപ്പോ. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് ഈ ഫെബ്രുവരി 13-ാം തീയതി അത് കണ്ണൂരിൽ വെച്ചാണെന്നാണ് മനസ്സിലാകുന്നത്. കണ്ണൂരിൽ തന്നെ ഒരു പരിപാടി, യോഗയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അതിന്റെ ഭാഗമാകുന്നുണ്ട്. നമ്മൾ ശ്രീഎമ്മിന് സ്വന്തമായി ആശ്രയമുണ്ട്. അദ്ദേഹത്തിന് സത്സംഗം എന്ന തരത്തിൽ അദ്ദേഹം കേരളത്തിൽ, ഇന്ത്യയിൽ ഉടനീളം പല സ്ഥലങ്ങളിൽ, ലോകത്തിലുടനീളം അദ്ദേഹത്തിന് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ സത്സംഗവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു ആശ്രമം ഈ പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്ക് നടക്കുന്ന സംഗം സ്ഥലത്തിന്റെ സമീപത്ത് സെക്ടർ 24-ൽ അദ്ദേഹം നടത്തുന്നുണ്ട്. അവിടെ നമ്മൾ ചെന്ന് കാണുന്ന കാഴ്ചയൊക്കെ വളരെ വലിയ തോതിലുള്ള ആളുകളുടെ പങ്കാളിത്തമൊക്കെ ആയിരുന്നു. ഇത്തരത്തിൽ സത്സംഗങ്ങൾ അദ്ദേഹം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ആയിരിക്കാം ശ്രീജ ഒരു പക്ഷേ ഈ CPM പ്രവർത്തകരും കേഡർമാരും ഒക്കെ ഇതിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നതാണ്, അദ്ദേഹം അങ്ങോട്ട് പോയിട്ട് നിങ്ങളെ ഞങ്ങൾ യോഗ പഠിപ്പിക്കാം, അങ്ങനെ സിസ്റ്റം CPMന് ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞാലും സമ്മതിക്കില്ല. അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നതാണ്. ജയരാജന്മാരുമായൊക്കെ അടുത്ത ബന്ധമുള്ള ആൾക്ക് ജയരാജന്മാരുടെയൊക്കെ, അത് ഏത് ജയരാജനാണ്, 3 ജയരാജന്മാരുമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ജയരാജന്മാരുടെ അടുപ്പം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവർ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് പല പ്രവർത്തകരെയും ഇത്തരത്തിൽ യോഗ ക്ലാസുകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. അങ്ങനെ കേരളത്തിലെ കേഡർ പാർട്ടി എന്നും ഇത്തരം സംവിധാനങ്ങളോട്, അതായത് ഇത്തരം ലൗകിക കാര്യങ്ങളോട് മാറി നിൽക്കുന്നു, ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ യോഗ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു നമ്മൾ കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്ത്, അത് ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യമാണ്. അത് സനാതനധർമ്മ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. അത് പറയാതെ ഈ സംഭാഷണം പൂർത്തിയാവില്ല. അക്കാര്യത്തിൽ ഏതാണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ, ഈ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇവരോടൊക്കെ അടുത്ത ബന്ധമുണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹം ഈ സനാതനധർമ്മത്തെ തള്ളിപ്പറയുന്നവർ അതിനെപ്പറ്റി വിവരമില്ലാതെയാണ് ഇത് തള്ളുന്നത് എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയെ കൂടി തള്ളിപ്പറയലാണ്, അല്ലേ? ഞാൻ ആ ചോദ്യം വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ശ്രീജ. കാരണം സനാതന ധർമ്മം നമുക്കിപ്പോ ഈ പ്രയാഗ്രാജിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് കൂടി സനാതന ധർമ്മമാകും. ലോകമെമ്പാടുമുള്ള ആളുകൾ, അനവധി ആളുകൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും സനാതന ധർമ്മത്തിൽ വിശ്വസിച്ച് അതുമായി ചേർന്ന് പ്രയാഗ്രാജിലേക്ക് എത്തുന്ന കാഴ്ചകളുണ്ട്. അവിടെയാണ് ഞാൻ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം, നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കേരളത്തിലെ CPM എന്ന പാർട്ടിയുടെയും DMKയുടെയും ഒക്കെ നിലപാട് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് എന്താണ് എന്നുള്ളതായിരുന്നു നമുക്കറിയാം. ഇത് അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അദ്ദേഹം പറയുന്നത് അത് വിവരമില്ലായ്മ കൊണ്ടാണ്, കാരണം വിവരക്കേടാണത്. കാരണം ഈ സിസ്റ്റം എന്താണെന്ന് സനാതന ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാത്ത അജ്ഞരായ ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ് ഇത് എന്നുള്ളതാണ്. മാത്രമല്ല അവർ വളരെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഉള്ള ചില ആളുകളാണ്. ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി തങ്ങൾക്കുണ്ട്, തങ്ങളതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് സ്ഥാപിക്കാൻ
സനാതന ധർമ്മത്തെ തള്ളിക്കളയണം. അല്ലാതെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടല്ല. ഈ സനാതന ധർമ്മം എന്ന ഈ ഇത്തരം ഇവരുടെ ഐഡിയോളജികൾക്കെതിരെ നിൽക്കുന്ന കാര്യങ്ങൾ അവർക്കത് മനസ്സിലാക്കാത്തതുമാണ്. അദ്ദേഹം പറയുന്നത് ഈ ഐഡിയോളജിക്ക് പോലും എതിരല്ല സനാതന ധർമ്മം, എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അത് മനസ്സിലാക്കാതെയാണ് ഇവർ തള്ളിക്കളയുന്നത് എന്ന് പറയുമ്പോൾ അതിലും ചില കാര്യങ്ങളുണ്ട്. അത് സ്വാഭാവികമായും ശ്രീജ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ നിലപാട്, CPM-ന്റെ നിലപാടിനെ പ്രത്യക്ഷമായി തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ്. അത് മാറണം എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ കൂടി തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത്തരം ആളുകളെ പോലെയും ഇത്തരം ധർമ്മത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ വഴിയിലെത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തന്റെ ഭാഗം ചെയ്യുന്നുണ്ട്. അത് സംഭവിക്കും എന്നുള്ള ആത്മവിശ്വാസം കൂടി ശ്രീയം പുലർത്തുന്നുണ്ട്. ശ്രീജ. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് പ്രയാഗ്രാജിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മഹാകുംഭമേളയ്ക്കിടെയാണ് പ്രയാഗ്രാജിൽ വെച്ച് ശ്രീ എമ്മിനെ രഞ്ജിത്ത് കണ്ടതും വിശദമായി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരളത്തിലെ CPM-ഉമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതും. നമുക്ക് പ്രയാഗ്രാജിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകളിലേക്ക് അത് രഞ്ജിത്ത് നമുക്ക് വേണ്ടി എത്തിക്കുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.